ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തീരുന്നില്ല എന്ന് മാത്രമല്ല പൂർവാധികം ശക്തിയായി തുടരുന്നു. ഭാരതാംബ വിവാദവും കേരള സർവകലാശാലയിലെ തമ്മിൽ തല്ലും ഉണ്ടാക്കിയ ഭിന്നത തീർന്നിട്ടില്ല. അതിനിടെയാണ് ഇന്ത്യ വിഭജനത്തിന്റെ ഭീതി ഓർമ്മിക്കാൻ ഓഗസ്റ്റ് 14 ആചരിക്കണമെന്ന് ചാൻസലറായ ഗവർണർ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതോടെ സർക്കാർ വാളെടുത്തു. നടക്കുന്ന കാര്യമല്ലെന്ന് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി പോലും കൈകൂപ്പിയ VC നിയമന തർക്കം അന്തമില്ലാതെ നീളുന്നു. രാജ്ഭവനിലെ ചായ കുടിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയതുമില്ല. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്ക് പുറമേ നിന്ന് സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽക്കരമായ ഭീഷണികൾ അകമേ നിന്നും ഉയരുന്നുണ്ട്. വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതിനുവേണ്ട പ്രതിജ്ഞയെടുക്കേണ്ട സന്ദർഭം കൂടിയാണിത്. ആരിഫ് മുഹമ്മദ് ഖാന് പകരം വന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സർക്കാരുമായി നല്ല ബന്ധമെന്ന സൂചന ആദ്യം നൽകിയെങ്കിലും പ്രതീക്ഷ പോലെ തന്നെ വഷളാകുന്നത് കണ്ടതാണ്. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന് വിഷയങ്ങൾ നിരവധിയാണ്. സർവകലാശാലകളിലെ VC നിയമനം സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും തീരുന്നില്ല. വിധിയെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് അവരവർക്ക് അനുകൂലമാക്കുന്നു. അതിനിടെ അടുത്ത വിഷയമെത്തി. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം. ഇന്ത്യ വിഭജനത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഓർത്തെടുക്കാനായി സെമിനാറുകളും സംവാദങ്ങളും വേണമെന്ന് സർവകലാശാലകളോട് ഗവർണർ. ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന രാഷ്ട്രീയം അതേപടി പിൻപറ്റുന്നവരാണ് വിഭജന ഭീതിയെക്കുറിച്ച് പറയുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വിഭജനത്തിന്റെ ഭീകരത എന്ന പേരിൽ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഭജന ഭീകരത എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അത് വർഗീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ഇടവരുത്തുന്ന പരിപാടികളായി മാറും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്. അതിൽ ഗവർണർ കൈയെടുത്താൻ പാടില്ല. ഗവർണർ അവിടുത്തെ ചാൻസലറാണ്. ഇതൊരു ഓർണമെന്റൽ പോസ്റ്റാണ് അല്ലേ? മന്ത്രിസഭ ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? ഇപ്പോൾ 71 സീറ്റ് കിട്ടാൻ 80 സീറ്റ് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടി, ബാക്കിയുള്ളവർക്ക് 60 കിട്ടി. ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്ത് കയറിയിട്ട് 60 സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ സർവകലാശാലകൾ ചെയ്യുന്നത്. ഇത് ചങ്കുറപ്പോടുകൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല. ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ ജനങ്ങളുടെ ഐക്യം പുലരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. വിഭജനത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാ? വിഭജനത്തിന്റെ മുറിവുകൾ ഉണങ്ങിയതിനു ശേഷവും വിഭജന വാക്കുകൾ വീണ്ടും കൊണ്ടുവരുന്നത് വീണ്ടും ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കൂ. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് RSS. സംഘ് പരിവാർ അജണ്ട നടപ്പാകില്ലെന്ന് പറഞ്ഞ് സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കില്ലെന്ന് സർക്കാരിന്റെ പ്രഖ്യാപനം. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, രാജ്ഭവന് ശക്തമായ മറുപടി നൽകി വിഭജന ഭീതി ദിനം ആചരിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പ്രതിപക്ഷവും. അങ്ങനെ ഗവർണറുടെ ഒരു തീരുമാനം കൂടി സർക്കാർ തള്ളി. ABVPക്കാർ ചിലയിടങ്ങളിൽ ചാൻസലറുടെ നിർദ്ദേശം പാലിക്കാൻ ക്യാമ്പസുകളിൽ തയ്യാറായെങ്കിലും ഇടതു വലതു വിദ്യാർത്ഥി സംഘടനകളുടെ എതിർപ്പിൽ ഗവർണറുടെ നിർദ്ദേശം നടപ്പായില്ല.
തൊട്ടുപിന്നാലെ രാജ്ഭവന്റെ സ്വാതന്ത്ര്യദിനത്തിലെ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചതോടെ നിലവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ്. ഭരണഘടനാ ദൗത്യം പാലിക്കാതെ തെരഞ്ഞെടുത്ത സർക്കാരിനെ ദുർബലമാക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പും നൽകി. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സർക്കാരും രാജ്ഭവനും തമ്മിൽ കലഹിക്കുന്നത് പതിവാവുകയാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ഇന്ത്യ വിഭജനത്തിന്റെ പേടിപ്പിക്കുന്ന ഓർമ്മകൾ തമസ്കരിക്കേണ്ടതല്ല. മറക്കുന്നത് വിഭജന സമയത്ത് ജീവൻ നഷ്ടമായവരെയും ദുരന്തത്തിന്റെ നീറുന്ന അനുഭവങ്ങളുമായി ജീവിച്ചവരെയും തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. സ്വാതന്ത്ര്യ പോരാട്ടത്തിന് സംഭാവന നൽകാത്ത പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയുടെ നിർദ്ദേശമെന്ന നിലയിൽ തള്ളിക്കളയേണ്ടതല്ല ഇന്ത്യ വിഭജനം. സർവകലാശാലകളുടെ ഭരണ നടത്തിപ്പിലെ തടസ്സം പരിഹരിക്കാതെ എത്ര നാൾ പോകാനാകും? സുപ്രീം കോടതി വിധിച്ചിട്ടും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ പോലും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അവരവരുടെ ഇഷ്ടക്കാരെ നിയമിക്കാനാണ് സർക്കാരും രാജ്ഭവനും വാശി പിടിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പേര് നൽകിയാൽ മതി, ഞങ്ങൾ തെരഞ്ഞെടുത്ത് തരാം എന്ന രീതിയിലേക്ക് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത് എങ്ങനെയെങ്കിലും ഈ തർക്കം പരിഹരിക്കാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ സമയത്ത് എന്ത് നടന്നോ അത് തന്നെ ആവർത്തിക്കുന്നു. ഇടയ്ക്ക് പൊരിഞ്ഞ തർക്കം, പിന്നീട് മഞ്ഞുരുകൽ, എല്ലാം ഒത്തുകളിയെന്ന് പ്രതിപക്ഷം.